എത്ര ലാൽ കഥാപാത്രങ്ങളാണല്ലേ. സുഖമോ ദേവിയിലെ സണ്ണി, തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ സോളമൻ, നാടോടിക്കാറ്റിലെ ദാസൻ, കിരീടത്തിലെ സേതുമാധവൻ, ചിത്രത്തിലെ വിഷ്ണു, ഭാരതത്തിലെ ഗോപി, കമലതളത്തിലെ നന്ദഗോപൻ, ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ, വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ, സ്ഫടികത്തിലെ ആടുതോമ, ദശരഥത്തിലെ രാജീവ് മേനോൻ, ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലെ എബി എബ്രഹാം, തന്മാത്രയിലെ രമേശൻ നായർ, പരദേശിയിലെ വലിയ കത്ത് മൂസ, ഭ്രമരത്തിലെ ശിവൻകുട്ടി, ഏറ്റവും ഒടുവിൽ ദൃശ്യത്തിലെ ജോർജ് കുട്ടി. എത്ര കഥാപാത്രങ്ങളല്ലേ, പറഞ്ഞാലും തിരത്തത്ര കഥാപാത്രങ്ങൾ, മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങൾ. നമുക്കൊപ്പം ഈ സ്പെഷ്യൽ ഡേയിൽ, സ്പെഷ്യൽ ഒക്കേഷനിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ രുജേഷ് പി രവീന്ദ്രനും ഒപ്പം ദൃശ്യം 3യുടെ വിശേഷങ്ങളുമായി നമ്മുടെ റഹീമും ചേരുന്നുണ്ട് തത്സമയം. ആദ്യം രുജേഷ് പി രവീന്ദ്രനിലേക്ക്. രുജേഷ് പി രവീന്ദ്രൻ, ഗുഡ് ഈവനിങ്. ഇപ്പം ലാലേട്ടൻ നമ്മുടെയൊക്കെയും ഒരു വികാരമാണ് എന്ന് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ രുജേഷ് രവീന്ദ്രൻ? അതായത് 80കളിലെ യുവതാരമാണ് നമ്മുടെ ലാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഇന്ത്യൻ സിനിമയിലേക്കുള്ള ആ മഹാനടനിലേക്കുള്ള യാത്ര അതൊട്ടും ഈസി ആയിരുന്നില്ലെന്ന് മാത്രമല്ല, ഓരോ കാലത്തും അദ്ദേഹം പുതിയ കഥാപാത്രങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. അതായത് അദ്ദേഹം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ദൃശ്യം 3യുടെ ആഘോഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണുമ്പോൾ പോലും ലാലേട്ടന് വേണ്ടി വാചാലരാകുന്നത് ജെൻസി കുട്ടികളാണ്, ജെൻസി ആൽഫ തലമുറകളാണ്. ഇതൊക്കെയും ഒരു നടന വിസ്മയം എന്താണോ അതിന് ഉദാഹരണമല്ലേ? ഗുഡ് ഈവനിങ് സേതുലക്ഷ്മി. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ സിനിമയുടെ കാര്യം ആ രീതിയിൽ മോഹൻലാലിനെ വിലയിരുത്തുമ്പോൾ പലപ്പോഴും ഈ മോഹൻലാൽ സിനിമകളാണ്, അത് ദക്ഷിണേന്ത്യയിലെ സിനിമകളാകട്ടെ ഹിന്ദിയിലേക്കൊക്കെ പലപ്പോഴും മലയാളത്തിൽ നിന്ന് ഡബ് ചെയ്തല്ല, അത് റീമേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഘട്ടത്തിലാണ് ഒരുപക്ഷെ മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തെ അതേ തരത്തിൽ തന്നെ അവതരിപ്പിക്കാൻ അവിടെയുള്ള സൂപ്പർ താരങ്ങൾ പലപ്പോഴും അവരുടെ തന്നെ വാക്കുകളിൽ അത് മോഹൻലാലിന് മാത്രം പറ്റുന്നതാണ് എന്ന് പറയുന്നിടത്താണ് മോഹൻലാലിൻ്റെ ഒരു വൈവിധ്യമായ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെ ഒരുപക്ഷെ നമ്മൾക്ക് കൂടുതൽ ആ രീതിയിൽ നമ്മൾ വിലയിരുത്തുക. അതിലേറെ ഇപ്പോൾ സേതുലക്ഷ്മി തന്നെ പറഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞു. അതിലേറെ എനിക്ക് തോന്നുന്നത് മോഹൻലാൽ അഭിനയിച്ചത് കൊണ്ട് മാത്രം നമ്മൾ കണ്ട പല സിനിമകളുമുണ്ട്. കാരണം മറ്റൊരാളാണ് അത് ചെയ്തതെങ്കിൽ അത് ആകെ പാളിപ്പോകുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകളുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാൽ ഈ യുവാക്കളിൽ ചെലുത്തുന്ന സ്വാധീനം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മൾക്കറിയാം, ഒരുപക്ഷെ 80s 90s കിഡ്സിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ക്രിക്കറ്റ് ഒരു വലിയ ജ്വരമായിരിക്കുന്ന കാലത്ത് ബോൾ ചെയ്തും ബാറ്റ് ചെയ്തും നടന്നു പോകുന്ന കുട്ടികളെ നമ്മൾ കാണുന്നത് പോലെ മോഹൻലാലിൻ്റെ ശൈലിയിൽ ആ രീതിയിൽ മനുഷ്യർ പെരുമാറുന്ന തരത്തിൽ കണ്ട ഒരുപാട് യുവാക്കളെ നമുക്ക് കാണാനാകും. അവരുടെ ഈ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മോഹൻലാലിനെ അത്രമേൽ ഒരു അനുകരിക്കുന്ന, അത് ഒരുപക്ഷെ മോഹൻലാലിൻ്റെ സിനിമകളിൽ തന്നെ, അത് ദേവാസുരത്തിൻ്റെ 2ാം ഭാഗം എടുക്കുന്ന സമയത്ത് രാവണപ്രഭുവിൽ തന്നെ അതൊരു സീനായി തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. ചില ആളുകൾ ഈ അനുകരിക്കുന്ന കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഈ മോഹൻലാലിനെ അനുകരിക്കുന്നത് ആ രീതിയിൽ മോഹൻലാൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന് ആ തരത്തിൽ തന്നെ വേണം നമ്മൾ അതിനെ കാണാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾ, നമ്മൾ പല കഥാപാത്രങ്ങൾ ഈ രീതിയിൽ വിലയിരുത്തുമ്പോൾ തന്നെ മോഹൻലാൽ എങ്ങനെ ഓരോ വ്യക്തിയിലും ചെലുത്തിയ സ്വാധീനം എന്നത് അദ്ദേഹത്തിൻ്റെ ഈ വൈവിധ്യമാണ്. ഒരുപക്ഷെ നമുക്കറിയാം, സിനിമയിൽ അഭിനയിക്കുക എന്നത് മാത്രമാണ് ഒരു കാര്യം എന്ന് കരുതിയ കാലത്ത് നിന്ന് സിനിമ മാറിയ കാലത്ത് വളർന്നു വന്ന ഒരാളാണ്. പല തലമുറകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊണ്ടുപോയ ഒരാളാണ്. നമുക്കറിയാം, ഒരു ഓവർ ആക്ടിങ് അഭിനയത്തിൻ്റെ കാലത്തിൽ നിന്ന് ഒരു യഥാർത്ഥ ഒരു സ്വഭാവത്തിലേക്ക് സിനിമ പതിയെ സഞ്ചരിക്കുന്ന ഒരു കാലത്ത് അഭിനയത്തിൽ വന്ന ഒരാൾ കൂടിയാണ് മോഹൻലാൽ. അത് ആ രീതിയിൽ വേണം മോഹൻലാലിനെ നമ്മൾ കണ്ടറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാലഘട്ടത്തിൽ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലെല്ലാം ആദ്യകാലങ്ങളിൽ തമാശ പറയാൻ കുറേ തമാശക്കാരായ നടന്മാർ, നായകൻ മറ്റൊരു തലത്തിൽ ഇന്ന് കാണുന്നിടത്താണ് മോഹൻലാൽ തന്നെ ഇതെല്ലാം ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നത്. മോഹൻലാലിന് തമാശ ചെയ്യാൻ മറ്റൊരു നടൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കോമ്പിനേഷൻ സീനുകളിൽ ആളുകളുണ്ട്, ഒരുപാട് തമാശ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടി മോഹൻലാൽ നല്ലൊരു കൊമേഡിയൻ തന്നെയായിരുന്നു. മോഹൻലാൽ നല്ലൊരു നായകനാണ്. നൃത്തത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ ഇപ്പൊ നമ്മള് ടെക്നിക്കലി നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ടെക്നിക്കലി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം സിനിമയാണെങ്കിൽ സിനിമാ മേഖലയിൽ കംപ്ലീറ്റ് ഇപ്പം 90s ഉപയോഗിച്ച ഒരു ടെക്നോളജി പോലും ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നില്ല. അതേപോലെ തന്നെ ലാലേട്ടനൊക്കെ സിനിമ അഭിനയിക്കുന്ന ഒരു 80s താരമാണ് ലാലേട്ടൻ. 80s സിനിമ അഭിനയം തുടങ്ങുന്നതാണ്. അപ്പോൾ അന്ന് ലാലേട്ടൻ കണ്ട സാധനമേ അല്ല, സംഭവം മൊത്തത്തിൽ മാറി പറഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, കിലുക്കം പോലെയൊക്കെ ഒരു സിനിമ ഇനി ഉണ്ടാകുമോ, അതല്ലെങ്കിൽ ചിത്രം പോലൊരു സിനിമ ഇനി വീണ്ടും വരുമോ. മുൻപ് ലാലേട്ടൻ ഇപ്പം തേന്മാവിൻ കൊമ്പ് പോലെ അതിലൊക്കെ നമ്മൾ എന്തുമാത്രം ആർത്ത് ചിരിച്ചു. അങ്ങനത്തെ ഒരു സിനിമയൊക്കെ ഇനി ഈ കാലത്ത് ഉണ്ടാകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടുമ്പോൾ ഈ കാലത്തും ലാലേട്ടൻ എല്ലാവരെയും ചിരിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്.
സേതുലക്ഷ്മി, മറ്റൊരു കാര്യം, മോഹൻലാൽ ഉണ്ടാക്കിയ ഒരു മാറ്റം, അത് മലയാള സിനിമയിലെ മാറ്റം. നമ്മൾ ഇപ്പോൾ 100 കോടി ക്ലബിന്റെ കാര്യം പറയുന്ന ഒരു കാലമാണ്. അത് പ്രത്യേകിച്ച് മലയാളം പോലെ 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഒരു സംസ്ഥാനം, അവിടെ നിന്നുള്ള ഒരു സിനിമാ മേഖല ഈ തരത്തിൽ വലിയൊരു കൊമേഴ്ഷ്യൽ ഹിറ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ആകെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് പോകുമോ എന്നതൊക്കെ സംശയത്തോടെ നോക്കി നിന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് പക്ഷേ ഇപ്പോഴറിയാം, ഓരോ മോഹൻലാൽ സിനിമ വരുമ്പോഴും നമ്മൾ 100 കോടി ക്ലബിലേക്ക് ഈ സിനിമ പോകുമോ എന്ന് മാത്രം എണ്ണുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ബോളിവുഡിൽ പോലും ഒരു 100 കോടി ക്ലബ്ബ് എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായി ആഘോഷിക്കുന്ന കാലത്ത് തന്നെയാണ് മോഹൻലാലിന്റെ നിരവധി സിനിമകൾ തുടർച്ചയായി തന്നെ ഈ 100 കോടി ക്ലബിലേക്കൊക്കെ പോകുന്നത്. ആ സ്വീകാര്യത അത് മലയാളത്തിന് അപ്പുറത്തേക്ക് അത് പോകുന്നു എന്നതാണ്. ഈ പറഞ്ഞതുപോലെ പുതിയ തലമുറ കൃത്യമായി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ആ രീതിയിലൊക്കെ ഉള്ള പ്രതികരണങ്ങൾ നമുക്ക് വിവിധ ഭാഷകളിലുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ കാണാം. അതുകൊണ്ട് പുതിയ സിനിമകൾ വരുന്ന കാലത്ത് മോഹൻലാലിന്റെ പഴയ സിനിമകളും ആ അർത്ഥത്തിൽ തന്നെ പുതിയ തലമുറ അത് കാണുന്നുണ്ട്, അവർ അതിനെ വിലയിരുത്തുന്നുണ്ട്. മോഹൻലാൽ ഒരു തലമുറകളിൽ നിന്ന് വീണ്ടും തലമുറകളിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് ലാലേട്ടൻ അത് നമ്മുടെ ഒരു വികാരമാണ് എന്നത്. ഇപ്പം റഹീമെ ഗുഡ് ഈവനിങ്. ഇപ്പം ഇന്ത്യൻ സിനിമാ പ്രേമികളെയൊക്കെ മുഴുവൻ ഞെട്ടിച്ചൊരു സിനിമയാണ് 2013 പുറത്തു വന്ന ദൃശ്യം. അന്ന് മലയാള സിനിമയുടെ മുഴുവൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെയും തകർത്തെറിഞ്ഞു ദൃശ്യം. ഇപ്പം ആ ദൃശ്യത്തിന്റെ 3-ാം ഭാഗം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സിനിമ മൊത്തത്തിൽ ദൃശ്യം 3 തൂക്കിയെന്നാണ് പ്രതികരണങ്ങളൊക്കെ. അതായത് മോഹൻലാലിന്റെ പിറന്നാളിന് ഇതിലും മികച്ചൊരു സമ്മാനം കൊടുക്കാനില്ല. അപ്പം ദൃശ്യം 3 തൂക്കി. സേതു, ഗുഡ് ഈവനിങ്. അത് തന്നെയാണ് കാരണം ദൃശ്യം 3 നമുക്കറിയാം, ഇന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള മോഹൻലാലിൻ്റെ പിറന്നാൾ കൂടിയാണ്. ആ ദിവസത്തിൽ തന്നെ ദൃശ്യം 3 എത്തുന്നു എന്നുള്ളത് മോഹൻലാൽ ഫാൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ദൃശ്യം 3 സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ തൂക്കി എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. കാരണം നിറഞ്ഞ സദസ്സിലാണ് ഇപ്പോൾ പല തിയേറ്ററുകളിലും ദൃശ്യം 3 ഇപ്പോൾ ഓടുന്നത്. 2013 ദൃശ്യം ആദ്യമായി മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അന്ന് ഈ പറഞ്ഞതുപോലെ നേരത്തെ രുചീഷ് സൂചിപ്പിച്ചതുപോലെ 100 കോടി ക്ലബിലേക്ക് എത്തിയ ആദ്യ ചിത്രം ദൃശ്യമായിരുന്നു. ആ ദൃശ്യം വലിയ സ്വീകാര്യത നേടുന്നു. പിന്നീട് അതിൻ്റെ പിന്നാമ്പുറമായി പിന്നീട് ദൃശ്യം 2 വരുന്നത്. പക്ഷേ കോവിഡിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു. അതങ്ങനെ OTT-യിലാണ് ആ ഒരു സിനിമ റിലീസ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ആ സിനിമയും വളരെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ OTT-യിലാണെങ്കിൽ പോലും വളരെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ സ്വീകരിച്ചു. പ്രധാനമായും ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ ആ ഒരു മികവ്, മോഹൻലാലുമായി അദ്ദേഹത്തോടുള്ള ബന്ധം എങ്ങനെയാണെന്നൊക്കെ തെളിയിക്കുന്ന, അല്ലെങ്കിൽ മോഹൻലാലിന് അദ്ദേഹം വളരെയധികം ആരാധകരാണ് മോഹൻലാലിൻ്റെ. അപ്പോൾ ആ ഒരു നടന് നൽകുന്ന എല്ലാ അംഗീകാരവും ആ ഒരു സിനിമകളിലൂടെ അദ്ദേഹം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള എന്താ പറയുക, ഞെട്ടിക്കുന്ന പല സസ്പെൻസുകളും ഒക്കെ കാത്തിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 1ഉം 2ഉം. അതോടൊപ്പം തന്നെ 3ഉം അങ്ങനെ തന്നെയാണ്. ഒന്നിനെയും രണ്ടിനെക്കാട്ടിയും അതിന്റെ ക്ലൈമാക്സ് ഇത് മൂന്നാമത്തെ ഭയങ്കര കിടിലെന്നാ പറയണേ. റഹീം പടം കണ്ടായിരുന്നോ? സിനിമ കണ്ടായിരുന്നോ? ഇല്ല സേതു, ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്, പക്ഷെ പോകാൻ പറ്റിയില്ല. ഇന്ന് ഷിഫ്റ്റ് ഉച്ചയ്ക്ക് രാവിലെ ജനറൽ ഷിഫ്റ്റ് ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പോയി കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും അത് വൈകുന്നേരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഡ്യൂട്ടിയുടെ സമയത്തിലൊരു പ്രശ്നം വരണ്ടല്ലോ എന്ന് കരുതി വൈകുന്നേരത്തേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഏതായാലും ദൃശ്യം 3 പോയി കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ പറയുന്ന ജിത്തു ജോസഫിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. മെമ്മറീസ് ഉൾപ്പെടെയുള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലൊക്കെയും ഈ പറയുന്നത് പോലെ വളരെ വലിയ രീതിയിൽ തന്നെയുള്ള ട്വിസ്റ്റുകളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പടമാണ് പൊതുവെ ജിത്തു ജോസഫിൻ്റെ സിനിമകൾ, കൂമൻ പോലെയുള്ള പടങ്ങൾ. അങ്ങനെ ഈ ദൃശ്യം 3യും അതുപോലെ തന്നെ പ്രേക്ഷകരെ വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന പടം തന്നെയാണ് ദൃശ്യം 3യും 1ഉം 2ഉം. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന 3ഉം ഒട്ടും മോശമല്ല. 3 1നെയും 2നെയും കവച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം പറയുന്നത്. തിയേറ്ററുകളിലൊക്കെ വലിയ ആവേശവും വലിയ ആരവവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെ. ഇന്ന് കവിത തിയേറ്ററിലാണ് മോഹൻലാൽ പ്രേക്ഷകർക്കൊപ്പം അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ഫാൻസിനൊപ്പം സിനിമ കാണാൻ എത്തിയത്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ കവിത തിയേറ്ററിന് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് കേക്ക് മുറിച്ച് അടക്കം ആഘോഷിക്കുകയുണ്ട്. ഏതായാലും ദൃശ്യം 3 ഇനിയും ഈ പറയുന്ന പോലെ 100 കോടിക്കോ അല്ലെങ്കിൽ 200 കോടിക്കോ മുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കോടി ക്ലബ്ബുകളെ കയറുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പം ലാലേട്ടന്റെ ദൃശ്യം 3 അത് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം
രുചേശ്വരി രവീന്ദ്രനും നമ്മുടെ റഹീമും ഒക്കെ പറഞ്ഞതുപോലെ ഹാസ്യവും ആക്ഷനും പ്രണയവും വിഷാദവും ഒക്കെ ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നടൻ എന്ന വിശേഷണം വർഷങ്ങൾക്കിപ്പുറവും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടനൊപ്പം തന്നെ തുടരുകയാണ്. ഇന്നും ഒരു മോഹൻലാൽ സിനിമ റിലീസാകുമ്പോൾ പ്രായഭേദമന്യേ കുടുംബമായി നമ്മൾ ഓരോരുത്തരും തിയേറ്ററിലേക്ക് പോകുന്നുണ്ട്. അത് ഒരു താരത്തിൻ്റെ വിജയം മാത്രമല്ല, തലമുറകൾക്കപ്പുറം നേടിയ സ്നേഹത്തിൻ്റെ തെളിവ് കൂടിയാണ്.